നിനക്കിങ്ങനെ അഞ്ജലി രക്ഷിക്കാനായിട്ട് അഞ്ജലി നിൻ്റെ ആരാ? നിൻ്റെ കെട്ടിയവളാണോടാ നോക്കി. അഞ്ജലി എൻ്റെ ഭാര്യ തന്നെയാണ്. അഞ്ജലിയെ ഞാൻ വിവാഹം കഴിച്ചു. ഇന്നലെ ഞങ്ങളുടെ കല്യാണമായിരുന്നു. തൻ്റെ സമൂഹ വിവാഹത്തിൻ്റെ ആ പന്തലി വെച്ച് തന്നെയാണോ നടന്നത്? എന്നെ കാത്തിരിക്കേണ്ടെന്ന് ആ കാവ്യയോട് പറഞ്ഞേക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടില്ല, ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇടാനായിട്ട് പറ്റിയിട്ടില്ല. എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാന 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വേഗം തന്നെ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകാം കേട്ടോ. ഏറ്റവും അവസാന ഭാഗം നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സീനുകളായിരുന്നു. അർജുനാണെങ്കിൽ ശംഖുചക്രത്തിൽ ഇരുന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. അഞ്ജലിയുടെ വീട്ടിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അവിടെ അഞ്ജലി കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അഞ്ജലിയെ പറ്റി ആലോചിച്ചിട്ട് നമ്മുടെ അർജുനാണ് ഉറക്കം വരുന്നില്ല കേട്ടോ. അങ്ങനെ അഞ്ജലിയെ ഫോൺ വിളിക്കും, അഞ്ജലി ഫോൺ എടുക്കും. അഞ്ജലിയും ഈ സമയം അർജുനെ പറ്റിയും വേറെ പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഈ ഒരു സമയം അർജുൻ നമ്മുടെ അഞ്ജലിയോട് പറയുകയാണ്, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്, അപ്പോൾ ആദ്യ രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ പാടില്ല എന്നാണ്. അപ്പോൾ അഞ്ജലി പറയും, ഓഹോ അങ്ങനെയുണ്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, അതെങ്ങനെ ശരിയാവും? അർജുൻ അല്ല, രാജീവ് അവിടെയും ഞാൻ ഇവിടെയാണ്, പിന്നെ അതുകൊണ്ട് എന്താണ് കാര്യം? അർജുൻ അപ്പോൾ പറയും, അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇന്നത്തെ രാത്രി ഉറങ്ങാതിരിക്കാനായിട്ട് പറ്റും, നമുക്കിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കാം, അപ്പോൾ നല്ല രസമായിരിക്കും. ഓഹോ അങ്ങനെയാണോ, എങ്കിൽ അർജുൻ എന്താണ് പറയാനുള്ളത്, പറയും, ഞാൻ കേൾക്കട്ടെ. അങ്ങനെയൊക്കെ ഒരു രീതിയിൽ അവർ ഫോണിൽ സംസാരിച്ച് അർജുൻ പതുക്കെ പഴയ ഏതോ ഒരു സിനിമാ കഥയിലേക്കുള്ള തള്ളൽ വഴിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള സീനായിരുന്നു ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ കുറച്ച് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഇന്ന് അഞ്ജലിയും അച്ഛനും അമ്മയും ആരെയും കൂടി സംസാരിക്കുമ്പോൾ നമ്മുടെ അഞ്ജലിയുടെ അച്ഛന് എത്രത്തോളം നമ്മുടെ അഞ്ജലി വിശ്വാസമാണ് എന്നൊരു കാര്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അഞ്ജലിക്ക് ഭയങ്കര സങ്കടമാവും. കാരണം രാജീവും അഞ്ജലിയും തമ്മിൽ കല്യാണം കഴിഞ്ഞൊരു കാര്യം ഇതുവരെയായിട്ടും നമ്മുടെ അച്ഛനോടും വീട്ടുകാരോടും ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല. തന്നെ ഇത്രത്തോളം വിശ്വാസത്തോടെ സ്നേഹിക്കുന്ന അച്ഛനോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ അഞ്ജലി ഒരുപാട് കാര്യമൊക്കെ ഇന്ന് ചെയ്യും കേട്ടോ. ഇങ്ങനൊരു സങ്കടം അഞ്ജലിയുടെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഏകദേശ എപ്പിസോഡിൻ്റെ രൂപം. ഇതിനിടയിൽ നമ്മുടെ ഗോവിന്ദൻ ഉണ്ണി നമ്മുടെ അർജുനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ കൊടുംചതികളൊക്കെ ഇനിയും നീ പ്രതീക്ഷിക്കണം, അത് നീ എക്സ്പെക്റ്റ് ചെയ്യണമെന്നൊക്കെ അർജുനോട് ചില ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം രാഘവനുണ്ണിയുടെ മനസ്സ് മനസ്സിലാക്കുക, ചതിയുടെ ഒരു ആൾ രൂപമാണ് പുള്ളി, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണമെന്ന് അർജുൻ ഒരു വാണിങ് ഗോവിന്ദൻ ഉണ്ണിന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകാം കേട്ടോ. വളരെ നല്ലൊരു പ്രൊമോയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് പ്രൊമോയിൽ ആദ്യം കാട്ടുന്ന സീന എന്ന് പറയുന്നത് ആര്യയും അഞ്ജലിയും തമ്മിലുള്ള സംസാരമാണ്. നമുക്കറിയാം അർജുൻ അഞ്ജലി വിവാഹം കഴിക്കുമ്പോൾ അതിനിടയിൽ ചില സീനുകളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത് അഞ്ജലിക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് മാട്രിമോണിയിൽ പോയിട്ട് നമ്മുടെ അച്ഛൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവം ഒന്നും നമ്മുടെ അഞ്ജലി അറിഞ്ഞിട്ടുമില്ല. അപ്പം നമ്മൾ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ നമ്മൾ കാണുന്ന ആദ്യ സീന് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തെപ്പറ്റി ആര്യ നമ്മുടെ അഞ്ജലിയോട് തുറന്ന് പറയുന്ന ഒരു സീനാണ് കേട്ടോ. ആര്യ നമ്മുടെ അഞ്ജലിയോട് പറയാണ്, അഞ്ജലി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ ഇത് കേൾക്കുമ്പോൾ നീ ഒന്നും ചിന്തിക്കരുത്, എടുത്തു ചാടി ഒന്നും പറയരുത്, പ്രവർത്തിക്കരുത്. നിൻ്റെ നന്മയ്ക്ക് വേണ്ടി അച്ഛൻ ചെയ്തൊരു കാര്യമാണ്, എനിക്ക് നിന്നോട് ഇതെങ്ങനെ പറയാമെന്ന് അറിയത്തില്ല. അഞ്ജലി ഇത് കേൾക്കും ആര്യയോട് പറയും, ആര്യ ചേച്ചി പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയും, എന്താണ് പറയാനുള്ളത്? അപ്പോൾ നമ്മുടെ ആര്യ പറയുകയാണ്, അഞ്ജലി നീ ഒരു കേസുമായിട്ടൊക്കെ നടക്കുന്ന ആ സമയത്ത് നിൻ്റെ അച്ഛൻ പോയിട്ട് മാട്രിമോണിയിൽ നിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു നിനക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അഞ്ജലി ആകെ ടെൻഷനായി പോകും. കാരണം പ്രധാന കാരണം എന്താണെന്ന് നമുക്കറിയാം. സംഭവം വേറൊന്നുമല്ല, അഞ്ജലി വിവാഹം ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോൾ അഞ്ജലി അർജുൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരാളുടെ പ്രൊഫൈലാണ്
പോയി അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കോമാളിയെ പോലെ നമ്മുടെ അഞ്ജലിയുടെ അച്ഛൻ കാര്യങ്ങളൊന്നും അറിയാതെ പോയിട്ട് അഞ്ജലിയുടെ പേര് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതാലോചിക്കുമ്പോഴാണ് നമ്മുടെ അഞ്ജലിക്ക് ഭയങ്കര സങ്കടവും ഞെട്ടലൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയാണ് പ്രൊമോയുടെ ആദ്യ സീനുകൾ കാണുന്നത്. ഇങ്ങനെയൊരു സംഭവം കാര്യം നിസ്സാരമെന്ന് കേൾക്കുമ്പോൾ തോന്നുമെങ്കിലും അഞ്ജലിക്ക് ഭയങ്കര സങ്കടം തോന്നും. അച്ഛനിങ്ങനെ പോയി ചെയ്തല്ലോ, താനൊരു കാര്യവും അച്ഛനോട് തുറന്നു പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നൊക്കെ ആലോചിച്ച് സ്വയം നമ്മുടെ അഞ്ജലി ശവിച്ചു പോകും കേട്ടോ. എന്താണെങ്കിലും പ്രൊമോയിലെ ആദ്യ സീനുകൾ ഇങ്ങനെയായിരുന്നു. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയുടെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങൾ കുറച്ച് ഡാർക്ക് സീനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സീനുകളാണ് കേട്ടോ. അത് പറയാതെ പറ്റത്തില്ല. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാന ഭാഗത്ത് കാണുന്നത് കുറുപ്പ് ഒരു ഭ്രാന്തനെ പോലെ ഓടി ശംഖചക്രത്തിലേക്ക് എത്തുകയാണ്. അത് എത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം അതുപോലെയാണല്ലോ കുറുപ്പിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാവ്യ അർജുനെ തേടി വരാൻ തുടങ്ങും, അവിടെ വെച്ച് കാവ്യനെ അടിക്കും. അങ്ങനെ ഡാർക്ക് സീനുകളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അവിടെ കിടന്ന് കാവ്യ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അർജുനെ വേണം, എനിക്ക് അവനെ കാണണം, എനിക്ക് അവനോട് 2 ചോദിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ സംഭവങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ മനസമാധാനമായിട്ട് കുറിപ്പിന് അവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് പുള്ളി ഓടി ശംഖചക്രത്തിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അയാൾ എത്തുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് അർജുനെ കാണണം, രാഘവനുണ്ണിയെ കാണണം, അങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ടാണ് എത്തിയിട്ടുള്ളത്. അവിടെ എത്തുമ്പോൾ അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നൊരു പ്രതീക്ഷ അയാൾക്ക് ഉണ്ടാവില്ല എന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ അർജുനെ കാണുകയാണ് അയാൾ. അർജുനെ കാണുമ്പോൾ തന്നെ അയാൾക്ക് ഭ്രാന്ത് പിടിക്കും. അയാൾ പറയും, നീ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അല്ലടാ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, നീ എങ്ങോട്ടാണ് നീ പോയത്? നീ അഞ്ജലിയുടെ അടുത്തേക്കായിരിക്കും പോയത്, അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലടാ. അതായത് അർജുനോട് ചോദിക്കുകയാണ്, നീ അഞ്ജലി രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അതുകൂടാതെ കുറിപ്പ് ഒരു കാര്യം കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിനക്കിങ്ങനെ അഞ്ജലി രക്ഷിക്കാനായിട്ട് അഞ്ജലി നിൻ്റെ ആരാ? നിൻ്റെ കെട്ടിയവളാണോടാ നോക്കും. ഇങ്ങനെ നമ്മുടെ അർജുനെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ അർജുൻ ആകെ ഭ്രാന്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറയാനായിട്ടൊരു ചാൻസ് കാണുന്നുണ്ട്. അതെ, അഞ്ജലി എൻ്റെ ഭാര്യ തന്നെയാണ്. അഞ്ജലിയെ ഞാൻ വിവാഹം കഴിച്ചു. ഇന്നലെ ഞങ്ങളുടെ കല്യാണമായിരുന്നു. തൻ്റെ സമൂഹ വിവാഹത്തിൻ്റെ ആ പന്തലി വെച്ച് തന്നെയാണോ നടന്നത്. ഇനി എന്നെ കാത്തിരിക്കേണ്ടെന്ന് ആ കാവ്യയോട് പറഞ്ഞേക്ക്. ഇങ്ങനെ ഒരു പക്ഷേ അർജുൻ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ, ആ രീതിയിലാണ് നമ്മുടെ അർജുനെ ഈ കുറിപ്പ് വന്നിട്ട് പ്രൊവോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നടക്കാൻ പോകുന്ന സീന് വേറൊരു ലെവല് തന്നെയായിരിക്കും. എങ്ങാനും അബദ്ധത്തിൽ പോലും അർജുൻ്റെ വായിൽ നിന്ന് അത് വീഴരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഞ്ജലിയെ അത് ഒരുപാട് ബാധിക്കും, വലിയ പ്രശ്നങ്ങളാകും. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും വളരെ ചെറിയൊരു പ്രൊമോയിൽ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു നിന്നൊരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നാളെ എന്താണെങ്കിലും ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.